അപ്പൊ അന്ന് കീഴ്വായ്പൂര് സമരം നടത്തിയതിൽ അങ്ങേക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. എൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. രാജീവ് അബ്രാഹിൻ്റെയും മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറി ബിനു റീസിൻ്റെയും മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം 100ഓളം ആളുകളുടെ പേര് കേസെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പേരിൽ കേസെടുത്ത് ഞങ്ങളെ ഭയപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരനായിരുന്നു കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത് 76 ദിവസം ജയിൽവാസം അനുഭവിച്ചു. പിന്നീടും മിച്ചഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിലുമെല്ലാം പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കേസ് കാണിച്ചൊന്നും ഞങ്ങളെ വരട്ടണ്ട. അവിടെ മല്ലപ്പള്ളി കാട്ടാമ്പല കോളനിയിൽ പാവപ്പെട്ട പട്ടികജാതിക്കാരടക്കം 60ഓളം പാവപ്പെട്ട ആളുകൾ താമസിക്കുകയാണ്. കഴിഞ്ഞ മാസം 8-ാം തീയതി രാത്രിയിൽ ഏതാണ്ട് 10 മണിയോടുകൂടി കീഴ്വായ്പൂർ CIയും അതുപോലെ SIയും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കി. കണ്ണൂരിൽ കേസിൽ പ്രതിയായിട്ടുള്ള അർജുൻ അവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ തിരക്കി. അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പോലീസുമായി അവരെല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു. രാത്രി 12 മണിയായപ്പോൾ ഏതാണ്ട് 9ഓളം വരുന്ന പോലീസ് ജീപ്പുകളിൽ ഏതാണ്ട് 10-60ഓളം വരുന്ന പോലീസുകാർ ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടുകളിൽ ഇരച്ചു കയറുകയാണ്. പാവപ്പെട്ട ആളുകളുടെ വീടുകളാണെങ്കിൽ നല്ല കതകോ ജനലോ ഒന്നുമില്ലാതെ 2 മുറി മാത്രമുള്ള വീടുകളാണ്. സാമാന്യ ബുദ്ധിയുള്ള പോലീസുകാർക്ക് ചിന്തിക്കണ്ടേ, ഒരടുക്കളയും ഒരു മുറിയുമുള്ള വീട്ടിൽ ആരെ കൊണ്ട് താമസിപ്പിക്കാനാണ് എന്ന് മാത്രമല്ല, ഈ വീടുകളിലൊക്കെ പ്രായമായവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. അവരോടൊക്കെ അപമര്യാദയായിട്ടല്ലേ പെരുമാറിയത്. മാനുഷിക അവകാശങ്ങൾ അവർക്കുമില്ലേ? അവരുടെ കിടപ്പുമുറിയിൽ എങ്ങനെയാണ് പോലീസ് ഇങ്ങനെ ചാടിക്കയറാൻ എന്താ അവകാശം? കോടതിയിൽ നിന്ന് വാറണ്ടുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവർ കയറിയത്? അങ്ങനെ കയറാൻ പോലീസിന് എന്താ അവകാശം? അതിനെ ചോദ്യം ചെയ്താൽ, ആ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ പേരിൽ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് പ്രതിഷേധിക്കാനും ഉള്ള അവകാശം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. പാവപ്പെട്ട ആളുകളെ അവർ സ്വസ്ഥമായി രാത്രിയിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കും. അതിൻ്റെ പേരിൽ കേസല്ല എന്ത് തന്നെ വന്നാലും അതെല്ലാം നേരിടുക തന്നെ ചെയ്യും. അതുകൊണ്ട് കേസൊന്നും കാണിച്ച് ഞങ്ങളെ വരട്ടണ്ട. അങ്ങ് നടത്തിയൊരു പരാമർശത്തിന്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞെടുത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലും അമ്മയും സഹോദരിയും എല്ലാം ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് ചിന്തിച്ചില്ല ആ പാവങ്ങളുടെ വീട്ടിൽ കയറിയപ്പോൾ. അതിന് മറ്റുദ്ദേശങ്ങളില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ചിന്തിപ്പിക്കരുത്. ഇതിപ്പം ഈ വിഷയത്തിലൊക്കെ ഇനി ശക്തമായിട്ടുള്ള സമരം തുടരുമോ CPM? എങ്ങനെയാണ്? ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കില്ല. പോലീസിന്റെ ന്യായമായ പ്രവർത്തനത്തിന് ഞങ്ങൾ തടസ്സമുണ്ടാകത്തില്ല. പക്ഷേ നിയമവിരുദ്ധമായിട്ടാണ് പോലീസ് അവിടെ കയറിയിരിക്കുന്നത്. അത് ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടും, മറ്റ് സംഘടനാപരമായി നേരിടും.